എല്ലാവർക്കും സോപ്പ് സ്റ്റുഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തം വെച്ചിട്ട് നമ്മൾ ഗ്ലിസറിൻ്റെ സോപ്പ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ നമ്മൾ തണ്ണിമത്തം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഓയിൽ സോപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ, വെളിച്ചെണ്ണയിൽ എങ്ങനെയാണ് നമ്മൾ തണ്ണിമത്തൻ്റെ സോപ്പ് സെറ്റ് ചെയ്യുക, അതായത് തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അത് എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ എന്തിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണ്ണിമത്തനെ ആദ്യം എടുത്തിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട്, ജ്യൂസ് അടിക്കുക പറഞ്ഞാൽ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. നമ്മൾ കിഴി കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുക. മറ്റേ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുരുക്കെ അരഞ്ഞിട്ട് അത് കറക്റ്റാവില്ല. അതുകൊണ്ട് നമ്മൾ തുണിയിലിട്ടിട്ട് കിഴി കെട്ടി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് കാസ്റ്റിക് സോഡയിൽ ചേർക്കാവുന്ന വെള്ളമില്ലേ, ആ വെള്ളത്തിൻ്റെ അളവിന് എടുത്തിട്ട് അത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് ആ കട്ട എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാസ്റ്റിക് സോഡ അതിൽ അലിയിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളി വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോളേ നമ്മളിന്നേ തണ്ണിമത്തൻ്റെ സോപ്പായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത്, ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മെഷർമെൻറ്റൊക്കെ സെയിം ആണ്. അതായത് 400 ഗ്രാം വെളിച്ചെണ്ണ, 200 ഗ്രാം പാം ഓയിൽ, 50 ഗ്രാം ഒലിവ് ഓയിൽ, പിന്നെ 30 ഗ്രാം കാസ്റ്റർ ഓയിൽ, പിന്നെ 20 ഗ്രാം നമ്മുടെ ആൽമണ്ട് ഓയിലും, പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ, പിന്നെ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഓക്കെ, അടുത്തിട്ടുള്ള മിക്സ് ആട്ടത്. പിന്നെ അതിലേക്ക് നമ്മൾ സ്മെല്ല് 40 മില്ലി ഫ്രാഗ്രൻസ്. പിന്നെ അതിലേക്ക് നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ട് ഫ്രീസാക്കി എന്നിട്ട് അതിനെ നമ്മൾ കാസ്റ്റിക് സോഡ ആഡ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ വാട്ടർ തരം വേണമെന്ന്, അതായത് വെള്ളം 249.675 മില്ലി വെള്ളവും 110.640 ഗ്രാം കാസ്റ്റിക് സോഡയും ഇട്ട് ലയിപ്പിച്ച ഇതാട്ടോ, അതായത് ലയിപ്പിച്ച വെള്ളമാണ് ഇത്. ഇനി നമ്മളത് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണതെന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അതേപോലെ ഞാൻ ഒരു 50 ഗ്രാം നമ്മുടെ സ്റ്റെറിക് ആസിഡ്, 50 ഗ്രാം ഷിയ ബട്ടർ, ഒരു 5 ഗ്രാം നമ്മുടെ ബീവാക്സ്, സോപ്പിന് ഹാർഡ് കിട്ടാനൊക്കെ ആയിട്ടാട്ടാ, പിന്നെ ഫിനിഷിങ് കിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ നമുക്ക് ഇരിക്കാണ്ട് ഒഴിക്കാം. ബീവാക്സ് ഇല്ലേ, അതടിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. ബീവാക്സും സ്റ്റെറിക് ആസിഡും ഷിയ ബട്ടറിൻ്റെ ഇത് കഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡ ഒഴിക്കുന്നതിന് മുന്നേ മിക്സ് ചെയ്തെടുക്കുക, നന്നായി മിക്സ് ആക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുക. നമ്മുടെ കാസ്റ്റിക് സോഡ കുറേ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല റെഡ് കളറാണ്, എന്നാലും നമുക്ക് കുറച്ച് റെഡ് കളർ കൊടുക്കേണ്ട വരും. ഉണ്ട്, അപ്പോൾ തന്നെ ഹാർഡായി. കുറച്ച് നമ്മുടെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം, അതുകൊണ്ടായിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. താഴത്ത് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ.
അപ്പോഴേ നമ്മുടെ തണ്ണിമത്തൻ്റെ സോപ്പ് സെറ്റായിട്ട് കേട്ടോ, ഓയിൽ സോപ്പ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ബോളിൽ നിന്ന് അയക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ്റെ സോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊത്തം 5-10 സോപ്പ് കിട്ടിയിട്ടാ. ഓക്കെ, 10 സോപ്പ്. അപ്പോഴേ നമ്മൾ തണ്ണിമത്തൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് നമ്മൾ ചേർത്തത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിട്ടാ. അതുപോലെ അടിപൊളി സോപ്പാട്ടോ തണ്ണിമത്തൻ്റെ സോപ്പ് കേട്ടോ. നല്ല നിറം ഇതൊക്കെ ഉള്ളതാണ്. അതേപോലെ നല്ല പതയുണ്ട് കേട്ടോ ഈ സോപ്പിന്. ഈ സോപ്പിനല്ല, എല്ലാ ഒരു സോപ്പിനായാലും നല്ല പതിയുണ്ട്. അതുപോലെ ഗ്ലിസറിൻ സോപ്പിന് നല്ല ബേസ് തന്നെയാണ്, നല്ല പതിയുള്ള ബേസാണ്. അപ്പോൾ ബേസാ സോപ്പാ എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.